കിച്ചൺ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ മുളകുപൊടി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മുളകുപൊടി കുറച്ചധികം കാലം കനച്ചു പോകാതെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതിനുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇപ്പൊ പറയുന്നത്. അതിനായിട്ട് മുളകുപൊടി ഇട്ട് വെക്കുന്ന ടിന്നില് ഒരു കഷ്ണം കായം കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം കാലം കനച്ചു പോകാതെ നമുക്ക് മുളകുപൊടി സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കാച്ചിയ പാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേടാകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ 4 നെൽമണി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കാച്ചിയ പാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ യൂസ് ചെയ്യുന്നതാണ് തക്കാളിയും ബദാമും ഒക്കെ. അപ്പൊ ഈ തക്കാളിയുടെയും ബദാമിന്റെയും തൊലിയൊക്കെ എളുപ്പത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അതിന്റെ തൊലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മള് ചേന, ചേമ്പ് എന്നിങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ആ ചൊറിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യില് അല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മള് എല്ലാവരുടെ വീട്ടിലും തേന് വാങ്ങി വെക്കാറുണ്ട്. അപ്പം തേന് നമ്മൾ കേടാവാതെ മീൻസ് നല്ല രീതിയിൽ സൂക്ഷിക്കുവാനും അതുപോലെ തന്നെ ആ തേനിന്റെ ഗുണം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വാങ്ങുന്ന തേന് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേൻ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പം അത് കട്ട പിടിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അത് ഒറിജിനൽ ആയിട്ടുള്ള തേൻ തന്നെയായിരിക്കും. അതിന് വേറെ മായൊന്നും കലർന്നിട്ടുണ്ടാവില്ല. അപ്പം ഇന്നത്തെ കിച്ചൺ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.